തമിഴ്നാട് എക്സ്പ്രസിലെ ട്രോളി ബാഗിൽ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിനു പിന്നിലെ ഭീകരത പുറത്തു കൊണ്ടുവന്ന് പോലീസ്. ഒഡീഷ സ്വദേശിയായ നിഷയാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. ചെന്നൈക്ക് സമീപമുള്ള ഗുവഞ്ചേരിയിലെ വാടക വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട തമിഴ്നാട് എക്സ്പ്രസ് ആഗ്ര കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ജനറൽ കോച്ചിലെ ട്രോളി ബാഗിൽ രക്തവും ദുർഗന്ധവും വമിക്കുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആഗ്ര റെയിൽവേ പോലീസ് ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വെട്ടിമാറ്റിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലെ 200ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ട്രോളി ബാഗ് കോച്ചിൽ വെച്ച ശേഷം പാർക്ക് സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നത് കണ്ടെത്തി. ഇവിടെ നിന്ന് സബർബൻ ട്രെയിൻ കയറി ഗുവഞ്ചേരിയിലെത്തിയ ഇവർ ഒരു ഓട്ടോറിക്ഷയിലാണ് വാടക വീട്ടിലേക്ക് പോയത്. ഗുവഞ്ചേരി മസ്ജിദ് സ്ട്രീറ്റിലെ പൂട്ടിക്കിടന്ന വീട് പോലീസ് തുറന്നു പരിശോധിച്ചപ്പോൾ ചോരപ്പാടുകളും കൂടുതൽ ശരീരഭാഗങ്ങളും കണ്ടെത്തി. വലിയൊരു പാത്രത്തിൽ ശരീരഭാഗങ്ങൾ വെച്ച് ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ മൈദമാവ് ഉപയോഗിച്ച് പാത്രം സീല് ചെയ്ത നിലയിലായിരുന്നു. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അസം സ്വദേശി മണിക്, ഇയാളുടെ പങ്കാളിയായ ഒഡീഷ സ്വദേശി ഭഗവതി എന്നിവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഗുവഞ്ചേരി മോസ്ക് സ്ട്രീറ്റിലെ ഒരു വാടക വീട്ടിലാണ് ലസ്കറും അതുപോലെ തന്നെ മാജിയും താമസിച്ചിരുന്നത്. എന്തായാലും അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് ഒരു വലിയ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിലയിൽ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തത്. നിഷ ഇവർക്കൊപ്പം ഈ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാണ് വിവരം. ഇതിനിടെ നിഷയും ലസ്കറും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന വിവരവും പോലീസിന് കിട്ടി. ഈ ബന്ധത്തെ എതിർത്തിരുന്ന നിഷയുടെ മകൻ അമ്മയുമായി നിരന്തരം വഴക്കിടുകയും തുടർന്ന് മാറി താമസിക്കുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു. ദിവസങ്ങളോളം അമ്മയെ കാണാതായതോടെ ഇവരുടെ മകൻ പോലീസിനെ സമീപിച്ചിരുന്നു. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുവഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസും കൊല്ലപ്പെട്ടയാളെ കണ്ടെത്താൻ ആഗ്ര പോലീസിനെ സഹായിച്ചു. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ നിഷയുടേത് തന്നെയാണോ എന്നും ആഗ്രയിൽ നിന്ന് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുമായി അവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും ഉറപ്പാക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് അറിയിക്കുകയും ചെയ്തു. നിലവിൽ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലൂടെ 2 പേർ ചുവന്ന സ്യൂട്ട്കേസ് തള്ളിക്കൊണ്ടുവരുന്നതും പിന്നീട് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അതേസമയം പ്രതികൾ ശരീരഭാഗങ്ങൾ പാകം ചെയ്തു ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പോലീസ് ഇതെല്ലാം നിഷേധിച്ചു. സൂട്ട്കേസിൽ നിന്നും കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ബാക്കി മുഴുവൻ പരിശോധന നടത്തിയ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്.